ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 1600 മീറ്റർ റണ്ണിങ്ങിൻ്റെ ഇന്ത്യൻ ആർമി അഗ്നിവീർ തസ്തികയിലേക്കുള്ള 1600 മീറ്റർ റണ്ണിങ്ങിൻ്റെ ഫൈനൽ ടെസ്റ്റാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. വളരെ ക്ലിയർ കട്ടായിട്ട്, കാരണം ഇതിൻ്റെ 5 മിനിറ്റും 44 സെക്കൻഡുമാണ് 1600 മീറ്റർ റണ്ണിങ് ഓടാൻ വേണ്ടത്. അതിൻ്റെ ഫൈനൽ ടെസ്റ്റിലേക്കാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. താങ്ക് യു. 44 പോരാ, മിനിമം എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് 5:30 എത്തുകയാണെങ്കിൽ ചെറിയൊരു ഹോപ്പ് കൊടുക്കാം. 5:30 എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, അവിടെ എത്തുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു പേടി ഉണ്ടാവും. പിന്നെ അന്ന് പറഞ്ഞ പോലെ തന്നെ 100 ആൾ 150 പേര് ഒരുമിച്ച് ഓടിപ്പിക്കുമ്പം 10-15 മീറ്റർ ചിലപ്പോൾ പിറകിലാകും. പിന്നെ സ്റ്റാർട്ടിങ് ഒരു 50 മീറ്റർ വരെ. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ലാസ്റ്റ് റൗണ്ട് എത്തുമ്പോൾ അവർ കൗണ്ട് ചെയ്യാൻ തുടങ്ങും. പറയില്ലേ, ഇന്ന ഗ്രൂപ്പ് എന്ന് പറയില്ലേ. അപ്പോഴേക്കും എന്താ മനസ്സിലെന്താ ഒരു പേടി വരും. അതുകൊണ്ട് ഇവിടെ നിന്ന് പേടി മാറ്റുക. ടൈമിങ് ഇപ്പോൾ 5:22 എന്നുള്ളത് നല്ല ടൈമാണ്. പക്ഷേ എന്താണ്, നമുക്ക് ചിലപ്പോൾ ചെറിയ എവിടെയെങ്കിലും ഷോർട്ട് ആയിട്ടുണ്ടാവും. നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലല്ലോ, മനസ്സിലായില്ലേ. ഇതിപ്പം നമ്മൾ കറക്റ്റ് എന്ന് അളന്ന് നോക്കിയതാണ്. 1600 ഉണ്ടായത്, പുറത്തേ കൂടി ആയിരുന്നില്ലേ അല്ലേ. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസും കൂടെ നമുക്ക് എന്താവും, മൈനസ് ചെയ്യും. അതുകൊണ്ട് ഇപ്പം നമുക്കൊന്ന് ചെയ്യാം. 1600 തന്നെ 5 റൗണ്ട് എങ്ങനെയാണ് ഓടേണ്ടത്, നിങ്ങൾ ടൈം നോക്കണ്ട. 5:40 ആയിക്കോട്ടെ, 6 ആയിക്കോട്ടെ, 7 ആയിക്കോട്ടെ. പക്ഷേ 7 എത്തുക എന്നുള്ളത് പിന്നെ ഓടിയിട്ട് കാര്യമില്ല എന്നർത്ഥം. പക്ഷെ നമ്മൾ പണ്ടേ ഓടുന്ന ഒരു രീതിയുണ്ട്. ആദ്യത്തേത് നോർമൽ, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, നാലാമത്തെ റൗണ്ട്. കാരണം ആദ്യത്തെ ഒരു റൗണ്ട് ഓടുമ്പോഴേക്ക് എന്താവും, നമ്മൾ ടയർഡാവും. പിന്നെ അടുത്തെല്ലാന്നൊരു ശ്വാസം ഒന്ന് നോർമലാവാനുള്ള സമയം എടുക്കുന്നത്. മൂന്നാമത്തത് എന്തായി, ഒരു പേടി മാറ് എന്നുള്ളതിലേക്ക് എത്തും. കാരണം ഒരു ഹോപ്പ് ഉണ്ടാകും, നമുക്ക് മനസ്സിലാവും പറയുന്ന ഒരാൾക്കാർ അവിടെ പട്ടാളക്കാർ പിടിക്കുന്നതാണെന്നില്ലേ. എടാ സമയത്ത് എത്തൂല എന്നുള്ളവരെ ഓരോ റൗണ്ടിലും ഉണ്ടായിരുന്നില്ല. രാജു അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞതിനുണ്ടായത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, മൂന്നാമത്തേൽ ഫുൾ വാമപ്പായി. നാലാമത്തത് എന്നുള്ളത് ഏകദേശം ഒരു 60ൻ്റെ സ്പീഡിൽ. അഞ്ചാമത്തത് എന്നുള്ളത് നമ്മൾ പണ്ടേ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. 5ൻ്റെ പകുതി എത്തി ഒച്ചയാക്കിയിട്ടുള്ള ഓട്ടം, സൗണ്ട് എടുത്തിട്ടുള്ള ഓട്ടം. ഇന്നും കഴിഞ്ഞ നമ്മുടെ സജഷൻ്റെത് അവിടെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഒരു പയ്യന് ഇത്രയും കൂക്കി പിടിച്ച് ഓടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, എത്ര ഒച്ചയായിക്കോ. ചിലപ്പോൾ സമയം നോക്കുന്നവർ അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾ നോക്കും. ഒരു മൈക്രോ സെക്കൻഡിൽ ചിലപ്പോൾ ഒരു സെക്കൻഡിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തരികയാണെങ്കിൽ നിങ്ങൾ ഒച്ചയാക്കിയിട്ട് ഓടി വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അത്. മനസ്സിലായാ? 1, 2 എന്നുള്ളത് ഓടിക്കോളൂ. നോർമൽ എന്നുള്ളത് വാമപ്പ് ആവാനല്ല, കാരണം നമ്മൾ ട്രെയിനിങ് ചെയ്തതാണ്, വാമപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷെ എങ്ങനെയാണ് സമയത്തിന് നിങ്ങൾ വിട്ടേക്ക്, ഇന്ന് സമയമൊന്നുമില്ല. പക്ഷേങ്കിൽ ഓടുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഫസ്റ്റ് റൗണ്ട് എങ്ങനെ ഓടണം, സെക്കൻഡ് എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പർ ജാം, ആരും കൊണ്ടാ ബുദ്ധിമുട്ടുള്ളതുണ്ടാ? ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മെല്ലനെ ഓടാൻ പറ്റും. വരാനുള്ള ചെറുതായിട്ട് മെല്ലനെ ഓടിക്കോളൂ. കണ്ണാപ്പി ഓക്കെയാ, പറ്റുന്ന അത്ര ചെയ്യാ. പ്രശ്നമുണ്ട്, വേദന തന്നെ ഒഴിവാക്കി. ഓടുന്ന സമയത്ത് ഉണ്ടാവില്ലല്ലോ, ഓടിക്കഴിഞ്ഞതിന് ശേഷമല്ലേ. ഓടിക്കഴിഞ്ഞതിന് ശേഷം ആയിക്കോട്ടെ, അവിടെ നമുക്ക് ഓടിക്കഴിഞ്ഞതിന് ശേഷം പാസ്സായതിന് ശേഷം പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. കാലുവേദന ആയിക്കോട്ടെ, കാലുവേദന ഉണ്ടോ ഇല്ലോ എന്നാലും ചോദിക്കൂലല്ലോ. ഇനി ആ എത്ര ദിവസമുള്ളേ എടാ, എത്ര ദിവസമുള്ളേ? ഒരാഴ്ചയിൽ ഇനി നമ്മൾ വേദന എന്നും കൂടി പറഞ്ഞു നോക്കുകയാണെങ്കിൽ പിന്നെ എന്താവും, പിന്നെ ചെയ്യാൻ സമയമില്ല. ഇനി വേദന മാറ്റാൻ സമയമുണ്ട് ആദർശേ, വേദന മാറ്റാൻ സമയമില്ല. ഇനി വേദന മാറുക എന്നുള്ളത്, എനിക്ക് വേദനിച്ചാൽ സാറില്ല, ഞാൻ ഓടും എന്നുള്ളതിലേക്ക് എത്ത്. ഓക്കെ, അപ്പർ ജാം. ടൈം നോട്ട് ചെയ്യത്തില്ല, പക്ഷേങ്കിൽ ഓടുന്നതിന് പ്രൊസീജിയർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, ഓൺ യുവർ മാർക്ക്, സെറ്റ്, ഗോ.
ഗ്യാപ്പാക്കല്ല. ഇവരെ കൂടെ തന്നെ പോ രാജു. അവരെ കൂടെ തന്നെ പോയാൽ പാസ്സാവും എങ്ങനെയായാലും. ഫ്രണ്ടിൽ ഓടുന്ന അവരെ കൂട്ടത്തിൽ തന്നെ പോ. വിടല്ല, ഗ്യാപ്പാക്കല്ല. രണ്ട് റൗണ്ട് കംപ്ലീറ്റ്. ഒരുമിച്ചോ കണ്ണപ്പി രാജു. ഇവരെ വിടല്ല. ഫ്രണ്ടിൽ ഉള്ളവരൊപ്പം ഓടിയാൽ എന്തായി? പാസ്സാവും. അവർ പാസ്സാവുമല്ലോ. അവരുടെ കൂടെ തന്നെ പോ. മാക്സിമം ശ്രമിക്ക്. ഗ്യാപ്പ് കൊടുത്താൽ പിറകിലായ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റൂല. മൂന്ന് കംപ്ലീറ്റ്. ഇനി 4 5 ആണേ. കൂട്ടത്തിൽ തന്നെ പോ. അതെ വിടല്ല. അവർ പോ. രാജു അദ്വൈതനെ പിടിക്ക്. ജോബിഷ ഗ്യാപ്പ് കൊടുക്കല്ല. ഇനി 3 കംപ്ലീറ്റ്. ഒന്ന് സ്പീഡാക്ക്. ഇനി സ്പീഡാക്ക്. പറ്റും. പറ്റൂടാ പോ. അക്ഷയ് ഗ്യാപ്പ് കൊടുക്കല്ല. 5ാമത്തെ റൗണ്ട് ഒരുമിച്ചോടണ്ടേ. വിട്ടോ. 5ാമത്തെ റൗണ്ട് ഇൻഡിവിജ്വല്. ജോബിഷേ 5ാമത്തെ റൗണ്ട് ഇൻഡിവിജ്വലാന്ന്. വാ. പോട്ട്. വെട്ട്. അതേ സ്പീഡാക്ക്. വെരി ഗുഡ്. വാ. വെരി ഗുഡ്. പ്രണവേ ശിവ സ്പീഡാക്ക്. ആദർശ വക്ക്. വെരി ഗുഡ്. സ്പീഡ്. കണ്ണാപ്പി സ്പീഡാക്ക്. ഗുഡ്. വാ.